കുടുംബനാഥന്മാരായി വർത്തിക്കുന്നവർ അവരെ അമാനത്താണ്. ഭാര്യയും മക്കളും മാതാപിതാക്കളും അമാനത്താണ്. അത് വലിയ അമാനത്താണ്. ഭാര്യയുടെ ഹക്ക് ഭർത്താവ് വീട്ടാത്തതിനെ പറ്റി ചോദ്യം ചോദിക്കും, അമാനത്താണ്. അള്ളാഹ് ഏൽപ്പിച്ച അമാനത്താണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് അവരെ ഹലാലാക്കി തന്നത് അള്ളാഹുവിന്റെ അമാനത്ത് കൊണ്ടാണ്. അതുകൊണ്ട് നന്നായി അവരെ ശ്രദ്ധിക്കണം, പരിപാലിക്കണം. മക്കളും അള്ളാഹു നമ്മെ ഏൽപ്പിച്ച അമാനത്താണ്. താൽക്കാലികമായി ഏൽപ്പിച്ചതാണ്. തോന്നും പോലെ അവരെ തോന്നുന്ന വഴിയിലേക്ക് ചലിപ്പിക്കാൻ പാടില്ല. ഏൽപ്പിച്ച അമാനത്ത് സ്വത്ത് ഏതുവിധം സൂക്ഷിക്കുന്നുണ്ടോ അതുപോലെ കൃത്യമായ ചിട്ടയോടെ നല്ല വിവരവും വിവേകവും നൽകിയിട്ട് ശിക്ഷണവും ശിക്ഷയും നൽകിയിട്ട് പരിപാലിക്കേണ്ട അമാനത്താണ് സന്താനങ്ങൾ. കുറവ് വരാൻ പാടില്ല. അവരുടെ നിസ്കാരങ്ങൾ മാത്രമല്ല, ജോലി മാത്രമല്ല, വിവാഹ ജീവിതം മാത്രമല്ല, വിവാഹാനന്തര ജീവിതം മാത്രമല്ല, ഏതെല്ലാം നീക്കുപോക്കുകളുണ്ടോ നമ്മുടെ നല്ല നിയന്ത്രണവും നല്ല ശിക്ഷണവും അവിടെ വേണം. നല്ല പരിചരണം അവിടെ വേണം. അഥവാ നമ്മളെ ഒരു നോട്ടം തീരെ ഇല്ലാതെ നമ്മൾ അങ്ങ് കയറൂരി വിട്ടാൽ പെറുക്കി കൊണ്ടുപോകാൻ ഒരുപാട് ആളുകൾ ഉണ്ടാകും. അവരുടെ ആരുടെയെങ്കിലും കയ്യിലെത്തിപ്പെട്ടാലോ പിന്നെ കുടുങ്ങിയത് തന്നെ. ഒരു നിലക്കും ഭാര്യയെ വഞ്ചിക്കരുത്, മക്കളെ വഞ്ചിക്കരുത്, പേരമക്കളെ വഞ്ചിക്കരുത്, ബാപ്പയെ വഞ്ചിക്കരുത്, ഉമ്മയെ വഞ്ചിക്കരുത്. വഞ്ചന നടത്തുന്ന വീട്ടിൽ ബറക്കത്ത് തീരെയില്ല. ഞാൻ പറഞ്ഞതല്ല, ബഹുമാനപ്പെട്ട അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയില്ലേ, അനസ് റളിയല്ലാഹുവിൽ നിന്ന് റിപ്പോർട്ട്, അൽ ബൈത്തുല്ലദീ തകൂനു ഫീഹി ഖിയാന, വഞ്ചന നടക്കുന്ന വീട്, ലാ തകൂനു ഫീഹിൽ ബറക, ആ വീട്ടിൽ ഒരു ബറക്കത്തും ഉണ്ടാകൂല. ആരോടാണ് ചതി നടന്നത്? മക്കളോടാണോ ചതി നടന്നത്? അല്ലാഹ് ഏൽപ്പിച്ച അമാനത്തിൽ ചതി നടത്തിയിട്ടുണ്ടോ? മരുമക്കളോടാണോ ചതി നടന്നത്? ഭാര്യയോടാണോ ചതി നടന്നത്? എങ്ങനെയാ ചതി എന്നറിയോ സഹോദരങ്ങളെ? വിശ്വസിച്ച് ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഭംഗിയായി നമ്മൾ അവിടെ നിർവഹിക്കുന്നില്ല. എന്താ നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം? ആ മക്കൾക്ക് ശിക്ഷണം കൊടുക്കണ്ടേ? ശിക്ഷണം കൊടുക്കുന്നതിന് പകരം ആര് എത്ര ഉപദേശം നടത്തിയാലും ഈ കാലഘട്ടത്തിലുള്ള വലിയൊരു സ്റ്റാറ്റസ് അങ്ങനെയാണെന്ന് കരുതിയിട്ട് നിസ്കാരമോ അനുസരണമോ ജ്ഞാനമോ ഒന്നും പരിഗണിക്കാതെ ഒന്നും കൊടുക്കാതെ നമ്മുടെ ഒരു മൈഷത്തിന്റെ മാർഗമായി മാത്രം കണ്ടിട്ട് അവരെ കയറൂരി വിടുന്ന സ്വഭാവമില്ലേ? അല്ലാഹ് ഏൽപ്പിച്ച അമാനത്ത് നഷ്ടപ്പെടുത്തലാ.